ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവറാണ്. പിന്നീട് നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുള്ളത് ഈ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറാണ്. ഇതിൽ നമുക്ക് ജൂട്ട് ത്രെഡ് ഒന്ന് ചുറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ജൂട്ട് ത്രെഡ് നമുക്ക് അതിലൊന്ന് ചുറ്റി കൊടുക്കാം. ഫെവി ബോണ്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മളതിൽ ചുറ്റിയെടുക്കുന്നത്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മളിന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് കവർ വെച്ച് ഫ്ലവറാണ് ചെയ്തെടുക്കുന്നത്. വളരെ സിമ്പിളായി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഫ്ലവറാണ്. നമ്മൾ ചെയ്തെടുക്കുന്ന ഫ്ലവർ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മളിപ്പോൾ റെഡിയാക്കി എടുക്കുന്നത്. ഇതിൽ മുഴുവനായി നമുക്ക് ജൂട്ട് ത്രെഡ് ഒന്ന് ചുറ്റി കൊടുക്കണം. നമ്മുടെ ചാനലിൽ ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ പറയണം. ഇപ്പോൾ നമ്മളിതിൽ ഏകദേശം ജൂട്ട് ത്രെഡ് ചുറ്റി കൊടുത്ത് തീരാറായിട്ടുണ്ട്. മുഴുവനായി നമ്മൾ ഇതുപോലെ ജൂട്ട് ത്രെഡ് ചുറ്റി കൊടുത്തു. ഇനി ഇതിൽ പൊങ്ങി നിൽക്കുന്ന നാരുകളെല്ലാം നമ്മൾ ലൈറ്റർ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് കളയുകയാണ്. നമ്മളിന്ന് ട്രാൻസ്പെറൻറ്റ് കവർ കൊണ്ട് ചെയ്തെടുക്കുന്ന പൂക്കളെല്ലാം നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കണം. ഇനി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന കവറിൻ്റെ അടിവശം നമ്മൾ ആദ്യം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ അതൊന്ന് നിവർത്തി വെച്ചതിന് ശേഷം അതിൻ്റെ സൈഡ് വശവും കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഫോം ഷീറ്റാണ്. ഇതിൽ നിന്ന് നമുക്ക് ഇതുപോലെ 3 പീസ് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലത്തെ 2 പീസും കൂടെ നമുക്ക് വേണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പം നമ്മൾ ഇതുപോലെ 3 എണ്ണം അതിൽ നിന്നും കട്ട് ചെയ്തെടുത്തു. പിന്നീട് നമ്മളിവിടെ നൂലെടുത്തിട്ടുണ്ട്, അതുപോലെ ഈർക്കിളിയും എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് 3ഉം കൂടെ ചേർത്ത് വെച്ച് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം. ഇത് നമുക്ക് ഫ്ലവറിൻ്റെ നടുക്കായി വെച്ച് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെയാണ് അത് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തതിന് ശേഷം ഇവിടെ ആയിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ഭാഗം നമുക്ക് ഈർക്കളിയിലേക്ക് വെച്ചൊന്ന് കെട്ടിക്കൊടുക്കാം. പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന പൂക്കളാണ് നമ്മളിന്ന് ചെയ്തെടുക്കുന്നത്. നൂലുപയോഗിച്ച് ടൈറ്റാക്കി നമുക്കതൊന്ന് കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്കിതിൻ്റെ തണ്ടിൽ ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവർ ഒന്ന് ചുറ്റി കൊടുക്കണം. അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവറിൽ നിന്നും ഇതുപോലൊരു പീസ് കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മളതിൽ ഫെവിക്കോൾ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കത് ഇതിൻ്റെ തണ്ടിലൊന്ന് ചുറ്റി കൊടുക്കാം. പ്ലാസ്റ്റിക് കവറുകളൊക്കെ വെച്ച് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. പ്ലാസ്റ്റിക് കവറുകൾ കൊണ്ട് ചെയ്തെടുത്തിട്ടുള്ള ക്രാഫ്റ്റ് വർക്കുകളുടെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഫ്ലവർ നമുക്ക് ഇതുപോലെ ഒന്ന് വിടർത്തി കൊടുത്തതിന് ശേഷം അതിൻ്റെ അരികു വശം ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കണം. നമ്മളത് വിരൽ വെച്ച് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കണം. ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ നമ്മളത് കീറിപ്പോവാതെ ശ്രദ്ധിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെയാണ് നമ്മളത് ചെയ്തെടുക്കേണ്ടത്. അതിൻ്റെ അരികിലൂടെ മുഴുവനായി നമുക്കിതുപോലെ ചെയ്തു കൊടുക്കണം. ഇപ്പോൾ ഇതാ നമ്മുടെ ഫ്ലവർ നമുക്ക് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ഫ്ലവർ ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഫ്ലവർ നമുക്ക് വീണ്ടും ഇതുപോലെ ഒന്ന് കൂട്ടി പിടിച്ചതിന് ശേഷം ഇവിടെ ആയിട്ടൊന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഫ്ലവറിൻ്റെ ഇവിടെ ആയിട്ടൊന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ നമ്മളതിൽ പെയിൻറ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് വിടർത്തി കൊടുക്കുകയാണ്. അതിനുശേഷം പെയിന്റ് ആവാത്ത ഭാഗങ്ങളിലെല്ലാം നമ്മൾ ഒന്നും കൂടെ പെയിന്റ് കൊടുത്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഫ്ലവറിന്റെ നടുക്കും ഇതുപോലെ ഒന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ
നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് കവർ വെച്ച് വളരെ സിമ്പിളായി ഇതുപോലൊരു ഫ്ലവർ ചെയ്തെടുത്തു. ഇതുപോലെ തന്നെ വേറെ 4 പൂക്കൾ കൂടെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ജൂട്ട് ത്രെഡൊക്കെ ചുറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഇതിലേക്ക് നമുക്കത് വെച്ച് കൊടുക്കണം. അപ്പോൾ നമുക്കിതിനകത്തേക്ക് തെർമോക്കോളിൻ്റെ പീസൊക്കെ വെച്ച് കൊടുക്കണം. ഇതുപോലെ നമ്മൾ തെർമോക്കോളിൻ്റെ പീസൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള പൂക്കൾ നമുക്ക് അതിലേക്കൊന്ന് വെച്ച് നോക്കാം. നമ്മളിവിടെ 5 പൂക്കളെ ചെയ്തെടുത്തിട്ടുള്ളൂ. ഇതുപോലെ കുറേ പൂക്കളൊക്കെ ഉണ്ടാക്കി വെച്ചാൽ കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മുടെ പൂക്കളുടെ തണ്ടുകൾ കുറച്ച് നീളം കൂടുതലായതുകൊണ്ട് ഇതിൽ വെച്ചിട്ട് കാണാനായിട്ടൊരു ഭംഗി കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ള പൂക്കളെല്ലാം അതിൽ നിന്നും എടുത്തു മാറ്റിയിട്ടുണ്ട്. എല്ലാ പൂക്കളുടെ തണ്ടുകളും നമ്മൾ കുറച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് അതിലേക്കൊന്ന് വെച്ച് നോക്കാം. നമ്മളിതിന് ഇലകളൊന്നും വെച്ച് കൊടുക്കുന്നില്ല. നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇലകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇലകളൊക്കെ വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന എല്ലാ പൂക്കളും ഇതുപോലെ അതിലേക്ക് വെച്ച് കൊടുത്തു. ഇനി നമ്മൾ അതിനകത്ത് വെച്ച് കൊടുത്തിട്ടുള്ള തെർമോക്കോൾ പീസിന്റെ മുകളിലായിട്ട് നമ്മൾ വൂളൻ ത്രെഡ് കട്ട് ചെയ്തതും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന വൂളൻ ത്രെഡ് നമ്മൾ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് തെർമോക്കോൾ പീസിന്റെ മുകളിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഒട്ടിച്ചെടുക്കണം. ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന വൂളൻ ത്രെഡ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് ഫെവിക്കോൾ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. തെർമോക്കോൾ പീസിൻ്റെ മുകളിലായിട്ട് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്തത് നമ്മളത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുകയാണ്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വൂളൻ ത്രെഡ് നമുക്ക് അതിൻ്റെ മുകളിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. വൂളൻ ത്രെഡ് ഒട്ടിച്ചു കൊടുക്കുന്നതിന് പകരമായിട്ട് നമ്മുടെ കയ്യിൽ തെർമോക്കോൾ ബാൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ വൂളൻ ത്രെഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് ഇതുപോലെ അതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുത്തു. വളരെ സിമ്പിളായി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറന്നു പോകരുതേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.